നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങൾ ഈ ഒരു റീഡിങ്സിന് നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും, കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും വേണ്ടാത്തതാകുന്ന ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ടാറോ റീഡിങ്സുകളെല്ലാം നല്ലൊരു ഗൈഡൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ശരികളിലൂടെ പോകാൻ ശ്രമിക്കുക. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം ഇതിനകത്ത് ഒരു എനർജി പോലും നിങ്ങളിൽ കണക്റ്റഡ് ആവില്ല. നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റഡ് ആക്കാമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ എന്തിനേയും ഏത് രീതിയിലാണോ അട്രാക്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും അത് നമ്മളിലേക്ക് വന്ന് ചേരുക എന്നും മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ കണക്റ്റ് ചെയ്തുള്ളൊരു റീഡിങ്സാണ് എടുത്തിരിക്കുന്നത്. ദ നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് കർമ്മ എനർജികളെ കണക്റ്റ് ചെയ്തൊരു ജന്മമാണ് നിങ്ങളുടേത്. അതായത് കർമ്മ നേരിട്ട്, അതായത് ഒരു പാസ്റ്റ് ലൈഫ്, പൂർവ്വജന്മ കർമ്മയുമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന പേഴ്സൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് സെപ്റ്റംബർ മാസക്കാരും ഫെബ്രുവരി മാസക്കാരുടെ എനർജി വളരെയധികം ടോപ്പായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവർക്കും അത് റെസനേറ്റ് ആവുന്നതാണ്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഫെബ്രുവരിക്കാരുടെയും സെപ്റ്റംബർ മാസക്കാർക്കും ഈ ഒരു എനർജി പൂർണ്ണമാണ്. അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതും പുനർജന്മ എനർജി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മാസക്കാരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുനർജന്മക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ റെസനേറ്റ് ആവുന്ന എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് കണക്റ്റഡ് ആകും. പിന്നെ അസ്ട്രോളജിയുടെ സൈൻ ഒന്ന് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് കർമ്മ എനർജിയുമായിട്ട്, അതായത് കർമ്മയായിട്ട് വന്നിരിക്കുന്നവരാണ് കേട്ടോ. ഒന്നെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടതായിട്ട്, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ച് ഈ ഒരു ജന്മം പൂർണ്ണതയിൽ എത്തിക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ മുജ്ജന്മത്തിലെ ചില കാര്യങ്ങൾ. അത് ഈ ഭൂമിയിൽ തന്നെ നിലനിർത്തി നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയവരാണ്. അതിനെ വീണ്ടും റീകണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നവരാണ്. ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും ചില വ്യക്തികളെ കാണുമ്പോഴും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില ജീവികളെ കാണുമ്പോഴും മൃഗങ്ങളെ കാണുമ്പോൾ പോലും നിങ്ങൾക്കൊരു വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് എനർജി ശക്തമായിട്ടുണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ചില സ്വപ്ന ദർശനങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ചില പ്രദേശങ്ങളെ, ചില സ്ഥലത്ത് എവിടെയോ നിങ്ങൾ എന്തോ ഒന്ന് ഉപേക്ഷിച്ചു പോയ വ്യക്തിയാണ്. അതിലേക്ക് എത്തിച്ചേരേണ്ട സമയമാണ് നിങ്ങളുടേതെന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് സ്വപ്ന ദർശനം ലഭിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ചില സ്മെല്ലുകൾ നിങ്ങളെ തേടി വരുന്നുണ്ടാവാം. അതുപോലെ ചില രീതിയിലുള്ള സൈനുകൾ, ചില മൃഗങ്ങളുടെ, പക്ഷികളുടെ എല്ലാ രൂപത്തിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആ ഒരു കർമ്മത്തിലേക്ക്, നിങ്ങൾ എന്താണോ പാസ്റ്റ് ലൈഫിൽ പൂർത്തീകരിക്കാതെ പാതിയിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്, ആ കർമ്മത്തിലേക്ക് നിങ്ങൾ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നിങ്ങളുടെ ചില നഷ്ടങ്ങൾ, ചില
നിരാശകൾ, ദുഃഖങ്ങൾ, അതുപോലെ ചില വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ചീറ്റിങ്ങുകൾ അധികം അവഗണിക്കുക, അതായത് ഒരു അവഗണനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിടയിലാണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പൂർണ്ണത, ഒരു പുതിയൊരു ആക്ഷൻ എടുക്കേണ്ട സമയമായിരിക്കുന്നു. അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില ഒരുക്കങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ചില ഒരുക്കങ്ങൾ നടത്തുന്നതാണ് നിങ്ങൾ ഇത്രത്തോളം സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നിങ്ങളുടെ കർമ്മയിലേക്ക്, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു ദൂതൻ വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വഴി കാട്ടിത്തരാനായിട്ട്, നിങ്ങളെ അതിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ദൂതൻ, ഏതോ ഒരു രൂപത്തിലോ ഏതോ ഭാവത്തിലോ ഏതോ സിറ്റുവേഷൻസിലൂടെയോ നിങ്ങളിലേക്കൊരു ദൂതൻ വന്നു കഴിഞ്ഞു. നിങ്ങളെ തിരിച്ച് നിങ്ങൾ ഇത്രയും കാലം നേരിട്ട്, അതായത് ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അപമാനങ്ങളെയും ചീറ്റിങ്ങുകളെയും നഷ്ടങ്ങളെയും ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും നിങ്ങൾ നേരിട്ടു. ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഈ ഒരു ജന്മത്തെ നിങ്ങൾ എന്താണോ പൂർത്തീകരിക്കേണ്ടത്, എന്ത് കാര്യമാണ് ഫിനിഷിങ് ചെയ്ത് തീർക്കേണ്ടത്, അതിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങൾ ഡിപ്രഷൻ എനർജിയിലാണ്. നൈറ്റ് ഉറക്കം എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളിലില്ല. നിങ്ങൾ എന്തിനേക്ക് ഓർത്ത് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ട്. ഉത്കണ്ഠ, ഭയം ഇത് നിങ്ങളെ വളരെ ശക്തമായിട്ട് പിടി കൂടിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം തകർച്ച നേരിടുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നിങ്ങൾക്ക് വലിയൊരു സക്സസ്സിന്, നിങ്ങൾക്കൊരു പൂർണ്ണതയ്ക്ക്, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നു. അതിന് നിങ്ങളെ തേടി നിങ്ങളുടെ ദൂതൻ വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ, കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലാക്കും. നിങ്ങളറിയാതെ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കർമ്മ, നിങ്ങൾ എന്താണോ ചെയ്ത് തീർക്കേണ്ടത് അത് പൂർത്തീകരിപ്പിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻസുമായിട്ട് നിങ്ങൾ നല്ല ബോണ്ടുള്ളൊരു എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കും. കാരണം ഇമോഷണൽ പരമാകുന്ന ഒരു സക്സസ്, അതായത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സോൾ കണക്ഷൻസിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ തീർച്ചയായിട്ടും കൊണ്ടുചെന്ന് എത്തിക്കും. ഒരു വിജയം, ഒരു സക്സസ്, അതായത് ഒരു ജന്മാന്തരമുള്ള ഒരു എനർജീനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇമോഷൻസും അബണ്ടൻസും നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു കൂട്ടിയ കുറേ വ്യക്തികളെയും വ്യക്തിബന്ധങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി പോകേണ്ട സമയമായി. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരിക്കുന്ന ചില സാഹചര്യങ്ങളെയെല്ലാം നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റേണ്ട, അതായത് അടർത്തി മാറ്റേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളൊരു മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്ക്, ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് തിരിഞ്ഞ് നടക്കണം. കാരണം നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ട ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ഈ പറയുമ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ചെന്നെത്തേണ്ടത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത്, പൂർത്തീകരിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം. ഇമോഷണൽ പരമാകുന്ന ഒരു അടിമപ്പെടാതെ, ഇമോഷണൽ പരമാകുന്ന തെറ്റാകുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ അടിമപ്പെടാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ യഥാർത്ഥ സോളിലേക്ക്, യഥാർത്ഥ ബന്ധത്തിലേക്ക് നിങ്ങളെ പ്രപഞ്ചം തന്നെ അനുനയിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന ഒരു ഇമോഷൻസും നിങ്ങളുടേതല്ല. നിങ്ങളെ തേടി വന്നതൊന്നും നിങ്ങളുടേതല്ല. നിങ്ങൾ തേടി പോകേണ്ടതാണ് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന പൂർണ്ണത എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിലേക്ക് വന്നു ചേർന്ന പല ബന്ധങ്ങളെയും പല സാഹചര്യങ്ങളെയും അത് നെഗറ്റീവ് ഊർജ്ജമാണെന്നും അത് നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സക്സസ്സിനാണ്. ഒരു ഇൻസ്പിറേഷൻ, അതായത് ഒരു പോസിറ്റീവ് സാഹചര്യത്തിൽ ചെന്ന് നിൽക്കേണ്ട വ്യക്തിയാണ്. മറ്റു പല
ബന്ധങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനായി തീരേണ്ട ഒരു പേഴ്സണാണ്. ഗ്രോത്ത് എനർജിയിൽ എത്തേണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരേണ്ട വ്യക്തിയാണ്. മാത്രവുമല്ല നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നതൊന്നും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അതെല്ലാം നിങ്ങൾ ഇമോഷൻ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കുക. കാരണം നിങ്ങൾ കണക്റ്റഡ് ആകേണ്ട, നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് പൂർണ്ണത എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അതല്ലെങ്കിൽ നിങ്ങൾ തേടി പോകേണ്ടി വരും. അത് മറ്റൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണതയിൽ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഈ ഒരു നിരാശ, ഒരു എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം പൂർണ്ണത കാണിച്ചാലും എത്രത്തോളം കണക്റ്റഡ് ആയാലും നിങ്ങൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ ഒന്നും നിങ്ങൾക്കൊരു വാല്യൂ അല്ല ലഭിക്കുന്നത്. നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജിയും വിയോഗം, പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും ശത്രുതാഭാവത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളെ വിട്ടുപോകുന്ന ഓരോ വ്യക്തി ബന്ധങ്ങളും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവേണ്ടതല്ല എന്നും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങൾക്കുള്ളതല്ല എന്നും നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും, നിങ്ങളെ എപ്പോഴും ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും വിയോഗം, നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഏത് അവസ്ഥയിലാണോ, അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഏതാണോ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകുക എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. കാരണം നിങ്ങളൊരു പൂർണ്ണതയിൽ എത്തേണ്ട, എല്ലാ രീതിയിലും ശോഭിക്കേണ്ട, ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും ഭൗതികമാകുന്ന എല്ലാ കാര്യങ്ങളിലാണെങ്കിലും സ്പിരിച്വൽ എനർജിയിലാണെങ്കിലും ആത്മീയമാകുന്ന പാതയിലൂടെ പോകുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും എല്ലാം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ശോഭിക്കുകയും ഏറ്റവും ടോപ്പ് എനർജി, മറ്റ് സിറ്റുവേഷൻസുകളെ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കൺട്രോളിങ് ചെയ്യേണ്ടതായ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കൂടിയാണ്. ഇത് നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്നും നിങ്ങളുടെ ഈ ഒരു ജന്മ നിയോഗം എന്താണെന്നും തീർച്ചയായിട്ടും തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം വിട്ട് സഞ്ചരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ്, ഇമോഷണൽ പരമായിട്ടൊരു സ്തംഭനാവസ്ഥയിലാണ് എങ്കിൽ, ആരുടെയെങ്കിലും വിയോഗങ്ങളിൽ നിങ്ങൾ വേദനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെ എല്ലാം വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറി സഞ്ചരിക്കുക എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ നിൽക്കുന്ന ഭാഗമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജം മാത്രം നൽകുന്നിടമാണ്. ഇപ്പം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ഇനിയിപ്പോൾ കരിയർ പാത ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളിപ്പോൾ സ്റ്റിൽ എവിടെയാണോ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത്, പെയിൻഫുള്ളായിട്ട് മാത്രം നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ലഭിക്കുന്നത്, നിങ്ങളെ കുറ്റബോധം കൊണ്ട് സ്വയം ഉരുക്കിക്കളയുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ വിട്ടുപോകുക. കാരണം അത് നിങ്ങളെ ഒരു നെഗറ്റീവ് ഊർജ്ജം വെറുതെ നിങ്ങളെ ആ ഒരു സാഹചര്യത്തിലിട്ട് കളിപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് പവർ ലോസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയാണ്, അതിനകത്ത് ഒന്നുമില്ല. പൊള്ളയാകുന്ന കുറേ സാഹചര്യങ്ങളും പൊള്ളയാകുന്ന കുറേ പ്രതിഫലങ്ങളും മാത്രമേ അതിനകത്തുള്ളൂ. അതിൽ നിന്നും നിങ്ങളിപ്പം നിൽക്കുന്ന ഈ ഒരു മാനസിക പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്ന, ഹെൽത്ത് പരമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇല്ലാത്ത കാര്യങ്ങളാണെന്നും അതൊരു വിധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു വിധിയെ മറികടന്നാൽ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങൾ ഇപ്പോഴും നിങ്ങളെ കെട്ടുപാടായിട്ട് മുറുക്കെ ഇട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു റീയൂണിയൻ സെലിബ്രേഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങളെ ബന്ധനാവസ്ഥയിലാക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് യാതൊരു രീതിയിലും പോസിറ്റിവിറ്റി കിട്ടാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നുണ്ട്, അതൊരു നിങ്ങൾക്ക് ഗുഡ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തെ ചില എക്സ്പീരിയൻസുകൾ മാത്രമാണ്. കാരണം ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ച് യഥാർത്ഥമാകുന്ന നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തെത്താൻ, നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് ചെയ്തു
പൂർത്തീകരിക്കേണ്ട ഒരു കർമ്മ അവസാനിപ്പിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മായയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതിനപ്പുറം നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വരുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് നൽകേണ്ടതാകുന്ന ചില സാന്നിധ്യമായാലും സപ്പോർട്ടായാലും എല്ലാം നിങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് ഇമോഷണലി ഡൗൺ ആവാതെ നിങ്ങൾ ഒരു വിരക്തിയുടെ എനർജിയിൽ റോങ് ആകുന്ന പല കാര്യങ്ങളിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എങ്ങോട്ടാണ് നിങ്ങളെ മാറ്റേണ്ടത്, എന്താക്കി തീർക്കണം നിങ്ങളെ എന്നുള്ളത് പ്രപഞ്ചത്തിന്, യൂണിവേഴ്സലിന് വളരെ വ്യക്തമായിട്ടും അറിയാം. അപ്പം ഈ ഒരു അനുഭവങ്ങൾ, ഇപ്പം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ, നിരാശകൾ, ഇതെല്ലാം നിങ്ങൾക്ക് എൻഡ് ആവുക തന്നെ ചെയ്യും. ഇതിൽ നിന്നും നിങ്ങൾക്ക് പിന്നെ ഒരു പൂർവ്വജന്മത്തിലെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപരമാകുന്നതും ഒരു അൺകണ്ടീഷണൽ എനർജി പോലെ ഒരു പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിരാശയെല്ലാം നിങ്ങൾക്ക് എടുത്ത് കളയാൻ സാധിക്കുകയും മറ്റുള്ളവർക്ക് നല്ലൊരു അഡ്വൈസറായിട്ട് തീരാം, ഒരു അഡ്വൈസിങ് എനർജി ആയിട്ട് തീരാൻ സാധിക്കും. മാത്രമല്ല ഒരു വഴികാട്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു സ്പിരിച്വൽ പാത്തിലൂടെ, ഒരു റിലീജിയൻ പരമാകുന്ന വിശ്വാസത്തിലൂടെ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്താനും ഒരുപാട് വ്യക്തികളെ കൈപിടിച്ചുയർത്താനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പക്ഷേ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യണം. അതിന് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വിജയം, സക്സസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സപ്പോർട്ടിങ് എനർജിയാണ്. മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യാനും കൂടെ ഉള്ളവരെ ചേർത്ത് നിർത്താനും പറ്റുന്ന രീതിയിൽ ഒരു പൂർണ്ണമാണ്. അതായത് നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ എന്തിനേക്കോ ഭയപ്പെട്ട് ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സ്വപ്നത്തിന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കരിയർപരമാകുന്ന പാതയിലൂടെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഒന്നിലധികം പേരെ സപ്പോർട്ട് ചെയ്യാനും കരിയർ എനർജിയിൽ നല്ല സമാധാനപരമായിട്ട് ശോഭിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് തീരാനും നിങ്ങളെ ചൊല്ലി പല കാര്യങ്ങളും മറ്റുള്ളവർ മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, മറ്റാരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, കൂടാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസുകൾ, നിങ്ങളെ വളരെയധികം സ്തംഭനാവസ്ഥയിലാക്കി നിർത്തിയിരിക്കുന്ന ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനും മുന്നോട്ടേക്ക് പോകാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പൂർവിക കർമ്മ എനർജിയാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു പൂർവിക കർമ്മ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടൈം കഴിയുമ്പോൾ, നമ്മുടെ പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വന്നു ചേരുന്ന ആ ഒരു ടൈം ആകുമ്പം ഈ കർമ്മ എനർജികളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇപ്പം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഏത് കർമ്മ എനർജികൾ നിന്നാലും ഇതെല്ലാം നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതിയോടുകൂടി കാര്യങ്ങളെ കാണാനും അത് നിങ്ങൾക്കൊരു പോസിറ്റീവാകുന്ന ഒരു വഴിത്തിരിവായി തീരുക തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമാണ് കാണുന്നത്, ഒരു സക്സസ്, ഒരു ആഘോഷത്തിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഡിഫിക്കൽറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ് എനർജി, അതായത് എന്താണ് ഇനി മുന്നോട്ട് സംഭവിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, അതുപോലെ ഇമോഷണൽ ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം ഒരു ജസ്റ്റിസ് എന്ന പോലെ, അതായത് ഈ ഒരു കർമ്മ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്കിപ്പം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ്, ഒരു പുതിയ പ്രണയം അല്ലെങ്കിൽ പുതിയൊരു സാമീപ്യമൊക്കെ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അബണ്ടൻസ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ബാഡ് കർമ്മ എനർജി, പാസ്റ്റ് ലൈഫിലെ ആ ഒരു കർമ്മ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നടക്കും കേട്ടോ. അതിപ്പം ഈ പാസ്റ്റ് ലൈഫ് കർമ്മ എൻ്റെ തീർന്നോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ചെയ്തു പോകുന്ന പ്രവർത്തികൾ, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗം, അത് വളരെയധികം ക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇപ്പം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു എൻഡിങ് ടൈം ആക്കുക തന്നെ ചെയ്യും. അത് ഡിവൈൻ തന്നെ ഒരു ടൈം ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ എൻഡ് ആവുക എന്നത്. ആ സമയം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കർമ്മ എൻഡ് ആവുകയും പിന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അബണ്ടൻസ് ആണ്. നിങ്ങൾക്ക് പിന്നെ പിന്നിലേക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടതോ മുന്നിലേക്ക് ഇനി ഭയപ്പെടേണ്ടതോ ആയ ഒരു കാര്യങ്ങളും ഉണ്ടാവുകയില്ല. നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളുക എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ ഇമോഷണൽ ചീറ്റിംഗ് ഒക്കെ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളിൽ നിന്നും ഒഴിവാകും. ഇതെല്ലാം ഒരു കർമ്മഫലമായിട്ട് കാണുക. ആ ഒരു കർമ്മ എനർജിയുടെ ഫലമാണ്. നിങ്ങളൊരു പൂർവ്വജന്മത്തിൻ്റെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉള്ള വ്യക്തിത്വങ്ങളുടെ ഉടമയായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ഈ ഒരു റീഡിങ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് അപവാദം പോലുള്ള എനർജികളാണെങ്കിലും ചീറ്റിംഗ് ആണെങ്കിലും നഷ്ടങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലോസ് എനർജിയൊക്കെ ഉണ്ട്. ഇമോഷണലി ആരും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാലും അതിനൊന്നും ഒരു പൂർണ്ണതയില്ലാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കർമ്മയുടെ ആ ഒരു സാഹചര്യമാണ്, ആ ഒരു കർമ്മ എൻഡിങ്ങിൻ്റെ ഒരു ടൈമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ് ചെയ്യുന്നത്. ആ ഒരു അവസാന സമയം ആകുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജന്മം വേണ്ട എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. അതൊക്കെ നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ അവസാന ഘട്ടമാകുന്നു എന്നും അവിടെ നമ്മൾ പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമ്മുടെ കർമ്മ എൻഡിങ് ആവുകയും നിങ്ങൾ എന്താണോ പൂർത്തീകരിക്കേണ്ടത് അതിലേക്ക് നിങ്ങളെ പ്രപഞ്ചം കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറ്റങ്ങൾ വരുത്തും. ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് ഇരിക്കുന്നത്, നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ പൂർണ്ണതയിലാണ് എങ്കിൽ, നിങ്ങൾ ശക്തനായിട്ട് നിൽക്കുമെങ്കിൽ, പ്രതിരോധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യാനും നിങ്ങളെ മുന്നിലേക്ക് നയിക്കാനും ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.